അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് പ്രേംകുമാർ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം സുരേഷ് ഗോപിയുമായിട്ട് ചർച്ചകൾ നടത്തി കഴിഞ്ഞിരിക്കുന്നതാണ്. സുരേഷ് ഗോപിയുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ചർച്ചകൾ കഴിഞ്ഞിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖറുമായിട്ടുള്ള ആശയവിനിമയം കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഒന്നും ഒരു എടുക്കാച്ചിരക്കായി മാറിയതോടു കൂടിയിട്ടാണ് പ്രേംകുമാർ ഇപ്പോൾ കോൺഗ്രസ്സുകാരനാണ് എന്നും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോളട്ടെ, ഇദ്ദേഹം ഈ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന്, അതായത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ സർക്കാരിൻ്റെ ഔദാര്യം പറ്റി ജീവിക്കുന്ന സമയത്തൊന്നും ഇദ്ദേഹത്തിന് തോന്നാത്ത ഒരു ഭയം ഇപ്പോഴിവിടെ നിന്ന് വന്നു. അന്നൊക്കെ ഇദ്ദേഹം നിർഭയമായിട്ടല്ലേ സംസാരിച്ചുകൊണ്ടിരുന്നത്. പുതിയതായിട്ട് എവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് ഒരു ഭയം പൊട്ടിപ്പുറപ്പെടുന്നത്? ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഇദ്ദേഹത്തിന് ഭയം ബാധിക്കുമോ? ഇങ്ങനെ വേലി ചാടി നടക്കുന്ന ഒരുത്തനെ കോൺഗ്രസിലേക്ക് എടുത്തു വെച്ചിട്ട് കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു നിയമസഭാ സീറ്റിലേക്ക് മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ശ്രമിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? അവസരം നഷ്ടപ്പെട്ടു പോകുന്നത് ആർക്കാണ്?